മനുഷ്യൻ വിശുദ്ധനാവാനുള്ള ഏറ്റവും നല്ല സംവിധാനമാണ് തോബ. തോബയുടെ 4 നിബന്ധനകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സംഭവിച്ചു പോയതിൽ അഗാധമായ ഖേദം വേണം, ആത്മാർത്ഥമായ ദുഃഖം വേണം, ഇനി സംഭവിക്കില്ലെന്ന് ദൃഢമായ നിശ്ചയം വേണം, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിൽക്കണം, മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപാകമാണോ അത് അവനോട് പറഞ്ഞു തീർക്കണം, പറ്റിച്ച് പണം പിടുങ്ങിയത്, പലജാതി ഉപദ്രവങ്ങൾ ചെയ്തത്, കടം മേടിച്ച് തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുന്നത്, കരാർ ലംഘനം നടത്തിയത് എല്ലാം പറഞ്ഞു തീർക്കണം. ഇങ്ങനെ വിശുദ്ധമായ മാനസത്തോടുകൂടെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിനയാന്വിതം കരഞ്ഞു പറഞ്ഞ് വിശുദ്ധനാവുന്നതിന്റെ പേരാ തൗബ എന്ന്. അപ്പൊ തൗബയ്ക്ക് വലിയ ശ്രേഷ്ഠതകളാണ് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലും അവിടുത്തെ തിരുപ്രവാചകർ ഹദീസുകളിലും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇല്ലാമൻ താബ വആമൻ വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. 25-ാം അധ്യായം അൽ ഫുർഖാനിന്റെ 70-ാമത്തെ വാക്യം. അങ്ങനെ തൗബ ചെയ്യാതെ ജീവിച്ച് മരിച്ചുപോയുള്ള ആളുകളുടെ ദുരന്തം പറയുന്നു. വമൻ യഫ്അൽ ദാലിക യൽഖാ സാമ. അതിന്റെ തൊട്ടുമുകളിലുള്ള ആയത്ത് അങ്ങനെയാണ്. ആരെങ്കിലും വൃത്തികേട് ചെയ്ത് മരിച്ചുപോയാൽ മാരകമായ വിപത്തുകളെ അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് ഇല്ലാമൻ താബ് വആമന വഅമില അമലൻ സ്വാലിഹാ, തൗബ ചെയ്ത് മടങ്ങിയവരൊഴികെ. എന്നിട്ട് അവർ സദ്വൃത്തിയിൽ ഏർപ്പെട്ടു, നല്ല വിശ്വാസം വെച്ച് പുലർത്തി, ശിഷ്ടകാല ജീവിതം ആത്മീയമായും ധാർമ്മികമായും അവർ ശരിപ്പെടുത്തി. അത്തരം ആളുകളുടെ തിന്മകളെ അള്ളാഹു നന്മയുടെ ഭാഗത്തേക്ക് മാറ്റി ചേർക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്. അപ്പൊ ഇതുവരെ ചെയ്ത തിന്മകളെല്ലാം ഈ ഒരു തൗബയുടെ ബറക്കത്ത് കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹു നന്മയുടെ ഭാഗത്തേക്ക് മാറ്റും. ഇത്രമേൽ മഹത്വമേറിയ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ സംസ്കരിക്കുന്ന ഒരു സംവിധാനമാണ് തൗബ എന്ന് പറഞ്ഞത്.